ബദൽ സംവിധാനം ഒരുക്കാതെ കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴിയുള്ള യാത്ര ബുധനാഴ്ച മുതൽ പൂർണ്ണമായും തടയുന്നതിനെതിരെ മംഗലത്ത് വ്യാപാരികൾ രംഗത്ത്. ബദൽ സംവിധാനം ഒരുക്കാതെ ഗതാഗതം നിരോധിക്കില്ലെന്ന ഉറപ്പ് പാലിക്കാതെയുള്ള നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇറിഗേഷൻ വകുപ്പിന് നിവേദനം നൽകി. പ്രവൃത്തി തുടർന്നാൽ തടയുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. അന്ന് സർവകക്ഷി മീറ്റിംഗും വിളിച്ചിരുന്നു. ആ മീറ്റിംഗിൽ ഗതാഗതം പരിപൂർണമായി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ നടക്കില്ല എന്ന ഉറപ്പും ഞങ്ങൾക്ക് ലഭിച്ചതാണ്. ഇന്നലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു, നാളെ മുതൽ ഗതാഗതം പരിപൂർണമായിട്ട് അടക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മംഗലത്തെ കൂട്ടായി പ്രദേശത്തുള്ള വ്യാപാരികൾ ആത്മഹത്യ ചെയ്യായിരിക്കും ഇതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം. ഞങ്ങൾക്ക് യാതൊരു നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ മേലിൽ എന്ത് നടപടികൾ വന്നാലും ഈ ഗതാഗതം പരിപൂർണമായിട്ട് അടച്ചുകൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷനെയും ഞങ്ങൾ അനുവദിക്കില്ല. അതിൽ എന്ത് വില കൊടുക്കും അതിന്റെ രേഖാമൂലമുള്ള ലെറ്ററാണ് മുൻപ് തന്നതിൽ നിന്നും നിങ്ങൾ തന്ന വാക്കും അതിനുശേഷം ഇപ്പോഴായിട്ടുള്ള സംവിധാനം ഇല്ലാതെ പൊളിക്കാൻ സംഭവിക്കും. അത് പൊളിക്കാൻ നേരിട്ടിട്ട് മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഇത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല. ഇപ്പൊ ഈ വന്ന മെസ്സേജിന്റെ ഒരു രജിസ്റ്റർ എന്താണെന്നുള്ളത് അറിയാനല്ലേ? അല്ല, ഞങ്ങളവിടെ പറഞ്ഞിട്ട് 6 മണിക്ക് എന്തായിരുന്നു വിളിക്കുന്നുള്ളത്. നമ്മൾ അതിനുള്ള സൂചന കാര്യങ്ങൾ ഇറക്കും. ഒരു കാര്യം പറഞ്ഞില്ല, ആ വർക്ക് നിങ്ങൾ പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് പൊളിയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ തൂക്കിക്കൊല്ലേ ചെയ്യുള്ളൂ. അതിലൊന്നും ഭയപ്പെടുന്ന ആൾക്കാരല്ല. ഞങ്ങൾ ഈ 2 പ്രദേശത്തെ ഒറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു വികസനം ഇവിടെ വേണ്ട. ഇതൊക്കെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ പ്രദേശം 2ആക്കി മാറ്റുക. ഒരുപാട് വ്യാപാരികളും നാട്ടുകാരും പഞ്ചായത്തും വില്ലേജും കടക്കുന്ന ആൾക്കാർ ഇത് ഏത് വഴിയിലും പോലും MLA-ക്കും MP-ക്കും എല്ലാവർക്കും 4 മാസം മുമ്പ് പഞ്ചായത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ബദൽ സംവിധാനം ഒരുക്കാതെ പാലം പൂർണ്ണമായും അടയ്ക്കരുതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടതും ആവശ്യം യോഗം അംഗീകരിച്ചതുമാണെന്ന് നേതാക്കൾ അധികൃതരെ അറിയിച്ചു. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. വ്യാപാരികളെയും പൊതുജനങ്ങളെയും ഒരുപോലെ സാരമായി ബാധിക്കുന്ന തരത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് അംഗീകരിക്കാനാകില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ഈ നാട്ടുകാർക്ക് ഈ വികസനം ആവശ്യമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അതിന്റെ ആവശ്യം? ഇത് കൂട്ടായി, ഇത് മംഗലം, ഇത് രണ്ടും എന്താവാണ് കട്ടായി പോയിട്ട് ഇല്ല. മുന്നേ സർവകക്ഷി യോഗം കൂടിയിട്ട് ഞങ്ങൾക്ക് വാക്ക് തന്നതാണ് ബദൽ സംവിധാനം ഇല്ലാതെ ഇത് പൊട്ടിക്കൂല എന്ന് പറഞ്ഞത്. ബദൽ സംവിധാനം വന്നിട്ടേ പൊട്ടിക്കുള്ളൂ എന്ന് പറഞ്ഞതാ. ഇന്നലെ മേലൊക്കെ വിട്ടിട്ടുണ്ട്. 5 മണിക്ക് വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ ചാൻസ് കാരണം തരുമോ? നിങ്ങൾ ഈ വർക്ക് അത് നാളെ അവിടെ പൊട്ടിക്കുകയാണെങ്കിൽ ഈ വർക്ക് ഞങ്ങൾ സ്തംഭിപ്പിക്കും. 5 മണിക്കുള്ളിൽ നമുക്ക് നിങ്ങൾക്ക് അതിന്റെ ഭീമമായ നഷ്ടങ്ങൾ വരും. അപ്പൊ മാന്യമായിട്ട് നിങ്ങളെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇടപെടൽ നടത്തിയിട്ട് അത് ഗതാഗതവും യോഗ്യമാക്കാനുള്ള ശ്രമം ഉണ്ടാവണം. അതല്ല നിങ്ങൾ വേറെ പ്രയോഗിച്ച് പൊട്ടിക്കുക എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതേ രീതിയിൽ നേരിടും. അത് പിന്നെ നമ്മൾ വിജയിക്കാൻ വേണ്ടി, നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്ടർമാരോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് വിജയിക്കാൻ വേണ്ടിയിട്ട് അത് നോക്കും. നമ്മൾ സമൂഹത്തെ മൊത്തം രംഗത്തിറക്കും. ജനങ്ങളെ മൊത്തം രംഗത്തിറക്കിയിട്ടുള്ള വിപ്ലവമായിട്ടുള്ള 2 പ്രദേശത്തുള്ള ഞങ്ങൾക്ക് 40 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ പാലം റെഡിയായി നിലവിൽ വന്നത്. 40 വർഷം ഞങ്ങൾ കാത്തിരുന്ന് നിൽക്കണം ഈ പില്ലർ നാട്ടിയിട്ട്. എന്നിട്ട് നിലവിൽ വന്ന ഒരു പാല. അത് മുൻപും ഈ നിങ്ങൾ ഇവിടെ ക്രോസ് ചെയ്തപ്പോൾ ഞങ്ങൾ ആ പ്രതിഷേധം അറിയിച്ചപ്പോൾ ഗതാഗതം ഒരിക്കലും പരിപൂർണമായിട്ട് നിർത്തൂല എന്ന് ഉറപ്പ് തന്നതിന്റെ പേരിൽ മാത്രമാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ ഞങ്ങൾ അനുമതി കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അന്ന് തന്നെ ഇത് തടസ്സപ്പെടുത്തേണ്ടായിരുന്നു. ബുധനാഴ്ച മുതൽ പാലം അടയ്ക്കുമെന്നാണ് അധികൃതർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുതിയ പാലത്തിന്റെ പൈലിംഗ് പ്രവർത്തികൾക്ക് നിലവിലെ പാലം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടയണമെന്നാണ് അധികൃതരുടെ നിലപാട്. മംഗലത്തെയും കൂട്ടായിയെയും ബന്ധിപ്പിച്ചിരുന്ന പാലം വഴിയുള്ള യാത്ര സ്തംഭിക്കുന്നതോടെ ഇരുഭാഗത്തെയും ഒട്ടേറെ ആളുകളുടെ യാത്രാമാർഗമാണ് അടയുന്നത്. പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് തുടങ്ങിയ മംഗലം ഭാഗത്തും പ്രാഥമികാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ കൂട്ടായി മേഖലയിലുമാണ്. ഇവയുമായി ബന്ധപ്പെടാനുള്ളവരും വലയും. 2 ഭാഗത്തെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും ജോലിക്കാരുടെയും യാത്രയും അനിശ്ചിതത്വത്തിലാകുന്നതാണ് നടപടി. ബദൽ സംവിധാനം ഒരുക്കാതെ ഗതാഗതം തടയരുതെന്നാവശ്യപ്പെട്ട് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടത്തുന്ന കമ്പനിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കത്ത് നൽകി. യൂണിറ്റ് പ്രസിഡന്റ് PKC സക്കീർ, ജനറൽ സെക്രട്ടറി MGM ഗഫൂർ, C സയ്യിദ്, MP C റാഷിദ്, V നാസർ ബാബു, P ആഷിഖ് അലി, സിറാജുദ്ദീൻ, ജാഫർ കല്ലേരി എന്നിവർ നേതൃത്വം നൽകി. എഡിറ്റർ ലൈവ്, മംഗലം.
ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.